ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് 2026 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് സാജിറ്റേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. എന്താണ് മെസ്സേജസ് പറയണേ നിങ്ങൾക്ക് വേണ്ടി എന്ന് നമ്മൾക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അപ്പോൾ തുടങ്ങാം. നിങ്ങളുടെ 2026 ഓവറോൾ എനർജീസ് എന്താണെന്ന് നോക്കാം. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഹൈറോഫാണ്ട് എനർജിയാണ്. ഏപ്രിൽ, മെയ്, ജൂണിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ മൂൺ. ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ നിങ്ങൾക്ക് കിങ് ഓഫ് വാൻസ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡാണ്. അപ്പോൾ സാജിറ്റേറിയസ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ തുടക്കമാണ്, പക്ഷേ ഇതൊരു സ്റ്റേബിൾ ബിഗിനിങ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയതായി തുടങ്ങുന്നുണ്ട് വെച്ചാൽ ഒരു ജോബ് ഇല്ല വെച്ചാൽ ഒരു ബിസിനസ്, അതുമല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പുതിയതായി എന്തെങ്കിലും ഒരു തുടക്കമുണ്ട് വെച്ചാൽ അത് നല്ല പോലെ ഒരു സ്റ്റേബിൾ വേയിൽ മുമ്പോട്ട് പോകും. അപ്പോൾ എന്താണ് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി? അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പുതിയ തുടക്കമുണ്ട്, പുതിയ ബിഗിനിങ്സ് കുറേ ഉണ്ട്. നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ പേടിയുണ്ട്, നിങ്ങളൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല വെച്ചാൽ ഒരു ഫെയ്ത്ത് വയ്ക്കുക, അതെല്ലാം ശരിയാവുമെന്ന്, ആൻഡ് മുമ്പോട്ട് പോവുക. ട്രാവലിൻ്റെ എനർജിയും കാണാണ്ട്, അപ്പോൾ ട്രാവലും നിങ്ങൾക്ക് കുറേ ഉണ്ടാവും. 7 ഓഫ് സോഡ്സ്, അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പേടി ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വരണ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ മിസ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് സൂക്ഷിക്കണം. അത് മാത്രമല്ല, പിന്നെ ചില ഓപ്പർച്യൂണിറ്റീസ് വരണത് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയാവില്ല. ഇതിൽ ചില ഓപ്പർച്യൂണിറ്റീസ് വരണത് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ 7 ഓഫ് സോഡ്സ് ഒരു മാനിപ്പുലേറ്റീവ് എനർജിയാണ്, ഒരു ചതിയുടെ എനർജിയാണ്, ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യണ എനർജിയാണ്. അപ്പോൾ എല്ലാം ഓപ്പർച്യൂണിറ്റീസ് വരണത് കുറേ ഉണ്ട്, പക്ഷേ അതിലും നിങ്ങൾക്ക് പിക്ക് ആൻഡ് ചൂസ് ചെയ്യേണ്ടി വരും. പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. ചിലതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആവും, ചിലതൊക്കെ നിങ്ങൾക്ക് നല്ല പോലെ പറഞ്ഞാൽ എല്ലാം റീസേർച്ച് ചെയ്തിട്ടെല്ലാം ശരിയായി നോക്കിയിട്ട് വേണം തീരുമാനം എടുക്കുക. അപ്പോൾ ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഞാൻ പറഞ്ഞത് ഡെഫിനറ്റ്ലി ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം. നിങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ട് ചെക്കും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഈ ബ്ലൈൻഡായിട്ട് എന്തെങ്കിലും യെസ് പറയണം എന്നല്ല ഞാൻ പറയണേ, ബട്ട് യെസ് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാര്യത്തിലും പറഞ്ഞാൽ റീസേർച്ച് ചെയ്തതൊക്കെ ശരിയാണെന്ന് ഫീൽ ചെയ്താൽ, അങ്ങനെ ഒരു തോന്നിച്ചാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഫിയർ ഉണ്ടായതുകൊണ്ട്, നിങ്ങളുടെ മനസ്സിലൊരു പേടി ഉണ്ടായതുകൊണ്ട് മുമ്പോട്ട് പോവാൻ പറ്റില്ല എന്ന് അങ്ങനത്തെ സ്ഥിതി വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഹൈറോഫാണ്ടാണ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എനർജി. ഹൈറോഫാണ്ട് സ്പിരിച്വാലിറ്റിയുടെ എനർജിയാണ്. നിങ്ങൾ കുറേ സ്പിരിച്വൽ കാര്യങ്ങൾ ആദ്യത്തെ 3 മാസം അതിൽ ബിസി ആയിരിക്കാം. ഇത് ഫാമിലിയുടെ എനർജിയുമാണ്, ട്രഡീഷൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ അതിലാണ് നിങ്ങളുടെ ഫോക്കസ് കൂടുതലുണ്ടാവുക. മാരേജിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഹൈറോഫാണ്ട് എന്താണ് ഇവിടെ? അപ്പോൾ ഇതിൽ ചില നെഗറ്റീവ് എനർജീസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ വർക്കാവാം, അതല്ല വെച്ചാൽ വേറെ ആൾക്കാർ, നിങ്ങളുടെ ഡിസ്റ്റൻറ്റ് ഫാമിലി മെമ്പേഴ്സ് അവരും ആവാം. ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജീസ് ഉണ്ട്, കുറേ ജലസ് എനർജി മാതിരി കാണാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിക്കണം. ഓക്കെ, 4 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾ അവരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ കൂടുതൽ ഡ്രാമ ഉണ്ട് വെച്ചാൽ അതിന് കുറച്ച് അവോയ്ഡ് ചെയ്യണം ആ സിറ്റുവേഷനെ. എന്താ വെച്ചാൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണത് നല്ലതാണ്, പക്ഷേ കൂടുതൽ ഇങ്ങനെ ഡ്രാമ ഒക്കെ ഉണ്ട് വെച്ചാൽ അതിൽ കുറച്ച് ഒരു ഇൻ്റർഫിയർ ചെയ്യാണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ കുറച്ച് സൂക്ഷിക്കണം. അതിൽ പൈസയുടെ കാര്യത്തിലും ചിലവ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, അപ്പോൾ അതിലും കുറച്ച് സേവ് ചെയ്യാൻ നോക്കണം. ഏപ്രിൽ, മെയ്, ജൂണിൽ ഞാൻ കാണുന്നത് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 7 ഓഫ് കപ്സ് ഇവിടെ കൺഫ്യൂഷൻ്റെ എനർജിയാണ്, ഓപ്ഷൻസിൻ്റെ എനർജിയാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആയി പോവും. അതാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങളുടെ കരിയറുടെ കാര്യത്തിലാവാം, ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാവാം,
ഫിനാൻഷ്യൽ കാര്യത്തിലാവാം. അതും നിങ്ങൾക്ക് ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ. അപ്പോൾ അത് ക്ലാരിറ്റി വരണ വേറെ ഒന്നും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് എനർജി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലും ഞാൻ പറഞ്ഞ മാതിരി സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ബ്ലൈൻഡായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണ മുമ്പേ അതിനെക്കുറിച്ച് നല്ല പോലെ റീസേർച്ച് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടത് കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ഗോൾസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഗോൾസൊക്കെ ഉണ്ടാവും. പക്ഷേ ചില ടെംപ്റ്റേഷൻസിൽ പെടാണ്ട് നോക്കണം. എന്താ വെച്ചാൽ ചില ക്വിക്ക് മേക്കിംഗ് മണി സ്കീംസ് അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചാൽ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ അവിടെ ഞാനൊരു ഡിസപ്പോയിൻമെൻറ്റാണ് കാണുന്നത്. ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് റൊമാൻറ്റിക്കലി ഈ 3 മാസം കുറച്ച് ചാലഞ്ചിങ് ആവാം. അടുത്ത 3 മാസം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, മൂൺ എനർജി. ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഇമോഷണൽ എനർജിയാണ്, സീക്രറ്റ്സിൻ്റെ എനർജിയാണ്, ഒരു ഫെമിനിൻ എനർജിയാണ്. ചില സീക്രറ്റ്സൊക്കെ പുറത്ത് വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഞാനൊരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ടാവും. ഈ പേഴ്സൺ അവരുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവും. ഈ 3 മാസത്തിൽ എന്തെങ്കിലും ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ലവ് റൊമാൻസിൽ. അതല്ലച്ച നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ആരോടോ ഈ ഒരു പേഴ്സണോട് പോയി പറയുന്നുണ്ട്. അങ്ങനത്തെ എനർജിയും ആവാം. 2 of Wands ഇത് ഫ്യൂച്ചർ പ്ലാനിങ് എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ യെസ് നോ ആൻസറിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. കുറേ പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങൾ പോകണത്. പക്ഷേ ഇവിടെ എന്തോ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മേ ബി ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവില്ല. അതല്ലച്ചാൽ നിങ്ങൾ തന്നെ ഹാപ്പി ആവാണ്ട് ഈ റിലേഷൻഷിപ്പ്, ഈ സിറ്റുവേഷന് വിടാൻ നോക്കുന്നുണ്ടാവും. കിങ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ലാസ്റ്റ് 3 months, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ എനർജി തന്നെയാണ്, സാജിറ്റേറിയസ് എനർജി. നിങ്ങൾ പാസ്റ്റിനെ ഓർക്കണു, പാസ്റ്റിൻ്റെ ഏതൊരു പേഴ്സണെ മിസ് ചെയ്യണു, കുറേ കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് മിസ് ഔട്ടായി എന്ന് അങ്ങനെ ഒരു വിഷമമുണ്ട് നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ മുമ്പോട്ടാണ് പോകുന്നത്. യൂണിവേഴ്സും നിങ്ങളോട് മുമ്പോട്ടാണ് പോകാൻ പറയണേ. പാസ്റ്റിനെ ഓർത്തിട്ട് ഇപ്പോൾ കാര്യമില്ല. എന്താ വെച്ചാൽ അതിനെ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പേടി മുമ്പോട്ട് പോകാൻ. എന്താ വെച്ചാൽ നിങ്ങൾ കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് കണ്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പേടിയുള്ളത്. പക്ഷെ ഞാനിവിടെ ഒരു കുറേ സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. അപ്പോൾ എന്തോ ഒരു പുതിയ തുടക്കമുണ്ട്, പക്ഷേ അതിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനൊരു പേടി. ചാലഞ്ച് നിങ്ങൾക്ക് ഈ കൊല്ലം നൈറ്റ് ഓഫ് കപ്സിൻ്റെ ആണ്, ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി. നിങ്ങൾ ഏതൊരു ലവ് റൊമാൻറ്റിക് മെസ്സേജിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്, ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ സിറ്റുവേഷനിൽ എന്തോ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. പക്ഷേ അതൊരു ചാലഞ്ച് പൊസിഷനായിട്ടാണ് കാണുന്നത്. എന്താ വെച്ചാൽ എന്തോ ഇവിടെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, എന്താണ് അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടി? 2026 അഡ്വൈസ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനാണ്, ക്ലാരിറ്റി വയ്ക്കാനാണ് കമ്മ്യൂണിക്കേഷനിൽ. ക്ലിയറായിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി വയ്ക്കുക, നിങ്ങളുടെ മനസ്സിലും ക്ലാരിറ്റി വയ്ക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ കുറേ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ കൊല്ലം, കുറേ സ്ട്രെസ് എടുക്കേണ്ട, ആങ്സൈറ്റി എടുക്കേണ്ട ആവശ്യമില്ലാണ്ട് അത് കുറച്ച് കുറവാക്കാൻ നോക്കുക. ക്ലാരിറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ പോവും. ഓക്കെ, അപ്പോൾ അത് നോക്കുക, അത് സൂക്ഷിക്കുക, മെൻറ്റൽ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുക, കൂടുതൽ ഡിലേ ചെയ്യാണ്ട് ഡിസിഷൻസ് എടുക്കുക, തീരുമാനം എടുക്കുക. ഓക്കെ, അതാണ് കാണുന്നത്. ഔട്ട്കം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവിലാണ്. ഓക്കെ, ഡെവിൽ കുറച്ചൊരു ടോക്സിക് എനർജിയാണ്. ഈ കൊല്ലം എന്തോ ഒരു വെയിറ്റിംഗ് എനർജി ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ ചില ചാലഞ്ചസ്, ഈ എന്താ പറയുക, ചാലഞ്ചസ് എന്നല്ല, ചില എൻഡിങ്, ചില കാര്യങ്ങൾ ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്, ചില മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ മാറ്റങ്ങൾ വരണത് ഞാൻ കാണുന്നത് എന്തോ ഇവിടെ ഡെവിൽ എനർജി എന്താണാവോ, കുറേ സ്റ്റാഗ്നൻ്റ് എനർജി ആവാം. പക്ഷേ എന്തോ ഒരു ടോക്സിക് സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, അതിലും ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആണ്. അപ്പോൾ ഈ എൻഡിങ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ യൂണിവേഴ്സ് പറയണത് എല്ലാം ഒരു ബാലൻസ്ഡ് വേയിലാണ് പറയണത് നിങ്ങൾക്ക് വേണ്ടി. കുറേ സക്സസ് ഉണ്ട്, കുറേ എന്താ പറയുക, കുറേ
പ്രോഗ്രസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ എല്ലാം വരണതൊരു ശരിയായ സമയമുണ്ട്. അതിന് കുറേ ഇമ്പൾസീവ് ആവാണ്ട് കാര്യങ്ങൾ ചെയ്യരുത്. ചില കാര്യങ്ങൾ ആ സമയത്തേ ആവുള്ളൂ, അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ മെസ്സേജ് ഔട്ട്കം ആയിട്ട് വരണത്. പക്ഷേ ഡെഫിനറ്റ്ലി എന്തോ വലിയ മാറ്റങ്ങളുണ്ട് ഈ കൊല്ലം 2026. ചില ലീഗൽ സിറ്റുവേഷനിലും എന്തോ ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. നിങ്ങൾ കോർട്ടിൽ എന്തെങ്കിലും ഒരു ലീഗൽ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെച്ചാൽ അതിലും എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും ചാലഞ്ചിങ് മാസം ഡിസംബർ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാസം ജൂലൈ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.